ഗ്രൂപ്പ് കളിച്ചും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം ഒന്നിച്ചു ചേർന്ന് ഗ്രൂപ്പായിട്ട് ആക്രമിച്ച് നടന്നിരുന്ന അക്ബറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വളരെ ദയനീയം തോന്നുന്നുണ്ട്. കൂടെ ആരുമില്ലാതെ കിളി പോയി ഒറ്റപ്പെടൽ നാടകം കളിക്കുന്ന അക്ബറിനെയാണ് നമ്മളിപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണുന്നത്. അക്ബർ ഈ ഒരു സീസണിലേക്ക് വന്ന ഉടൻ തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഹറാസ്മെന്റ് നടത്തി ബുള്ളി ചെയ്ത് ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ആക്രമിച്ച് മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു അക്ബർ. ടാസ്കുകളിലൊക്കെ മികച്ച രീതിയിൽ നിന്നെങ്കിൽ പോലും ഈ ഒരു ഗ്രൂപ്പിസവും മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ നടത്തുന്ന ഹരാസ്മെന്റും ബുള്ളിങ്ങും എല്ലാം തന്നെയാണ് അക്ബറിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ മുന്നോട്ടുള്ള ഓരോ ദിവസവും അക്ബറിന്റെ കൂടെയുള്ള ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വന്ന് അക്ബറിന്റെ കൂടെ ആരുമില്ല, തനിച്ചായ അവസ്ഥയാണ് അക്ബറിന്. അക്ബർ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് മറ്റുള്ള പല കണ്ടസ്റ്റൻസിന് നേരെ ഒറ്റപ്പെടൽ നാടകം നടത്തുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി ഒറ്റപ്പെടുന്നതായിട്ട് അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന അക്ബർ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം ഇപ്പോൾ അക്ബർ പുറത്ത് ആ ഒരു ഊഞ്ഞാലിൽ പോയിരുന്ന് ആടിക്കൊണ്ട് അല്ലെങ്കിൽ തൊട്ടിലിൽ പോയി ആടിക്കൊണ്ട് ഒറ്റപ്പെടൽ നാടകം നടത്തുന്ന അക്ബറിനെയാണ് നമ്മളൊക്കെ കാണുന്നത്. ആരുമില്ലാതെ അക്ബറിന് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ നെവിനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നു. കൂടെ ഒരു വിശ്വസിച്ച് കൂട്ടാൻ കൊള്ളത്തില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ബുള്ളി ചെയ്യാനോ ഹരാസ്മെന്റ് ചെയ്യാനോ കളിയാക്കാനോ കൂടത്തിൽ ആരുമില്ലാതെ, ഒരു സ്പേസ് ഇല്ലാതെ, പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലാതെ, ഒരു ടോപ്പിക്കിനെ പറ്റി അഭിപ്രായം പറയാനില്ലാതെ അക്ബറിന് ഇത്രയും നാളും ഒരു കൂട്ടമായി ചേർന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിന് നേരെ പല കളിയാക്കലുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക എന്നതല്ലാതെ സ്വന്തമായിട്ടൊരു ടോപ്പിക്കോ സ്വന്തമായിട്ടൊരു വിഷയങ്ങളോ സ്വന്തമായിട്ടൊരു കണ്ടന്റുകളോ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. പുറത്തു പോയിരുന്ന് എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ പാട്ടുകൾ പാടുന്നു, തന്നെ എന്തൊക്കെയോ പിറുപിറുക്കുന്നു. ആൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഒരു വിഷാദ രോഗത്തിന് അടിമയായി എന്നൊക്കെ പറയുന്നത് പോലെ പുറത്തുപോയി ആ ഊഞ്ഞാലിൽ ആടിക്കൊണ്ട് എന്തൊക്കെയോ തനിച്ചിരുന്ന് പറയുന്നു. ഇനിയിപ്പം ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി തന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു സംഭവം ഇനി അക്ബർ തന്നെ വരുത്തിക്കൊണ്ട് വരികയാണോ എന്നറിയത്തില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസിന് നേരെ പ്രയോഗിച്ച് ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇപ്പോൾ അക്ബർ സ്വന്തമായി ഏറ്റെടുത്ത് ഒറ്റപ്പെടുകയാണോ, അതോ ഇനി മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ കൂടെ കൂടാനുള്ള ഒരു കഴിവ് തനിക്ക് ഇല്ലാത്തത് കൊണ്ട് സ്വയം മാറി നിൽക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അക്ബറിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഒന്നും കൂടാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവരെല്ലാം തുടക്കം മുതൽ അക്ബറിന്റെ ഓപ്പോസിറ്റ് നിന്നവർ തന്നെയായിരുന്നു. അവർക്കെതിരെ തന്നെയായിരുന്നു അക്ബർ പ്രവർത്തിച്ചിരുന്നതും. എന്നാൽ അവസാനം വന്നപ്പോൾ അവരാരും പുറത്തേക്ക് പോയില്ല. സ്വന്തം കൂടെ കൂട്ടിയവരും സ്വന്തം കൂടെ ഉണ്ടായിരുന്നവരും സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവരും ഒക്കെ തന്നെയാണ് പുറത്തേക്ക് പോയത്. ഇപ്പോൾ പേരിനെന്നോണം നെവിൻ അല്ലാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ 8 കണ്ടസ്റ്റൻസിൽ ബാക്കി 7 പേരും അല്ലെങ്കിൽ 6 പേരും അക്ബറിനെതിരായി നിന്നവരൊക്കെ തന്നെയാണ്. സോ അക്ബറിന് ഇപ്പോൾ കളിക്കാൻ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ കൂടെ ആരുമില്ലാതെ തനിച്ച് നിൽക്കുന്ന ഒരു അക്ബറിനെയാണ് കാണുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു തനിച്ചൊക്കെ വരുമ്പോൾ പ്രേക്ഷക സപ്പോർട്ടൊക്കെ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അക്ബറിനെ സംബന്ധിച്ച് ഇതുവരെയും ഈ ഒരു സീസണിൽ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളും അല്ലെങ്കിൽ വായിൽ നിന്ന് വന്ന സംഭവങ്ങളും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് കൂടി കുത്തിത്തിരിപ്പും കുന്നായ്മയായിട്ട് നടന്നത് കൊണ്ടൊക്കെ തന്നെ പ്രേക്ഷകരുടെ നല്ലൊരു രീതിയിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വെറുപ്പ് സമ്പാദിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ആർക്കും ഈ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് സിമ്പതി ഒന്നും തോന്നുന്നുമില്ല. അതാണ് സത്യം. എന്തായാലും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അക്ബർ എങ്ങനെ കൈകാര്യം ചെയ്യും ഈ ഒരു സിറ്റുവേഷനെ? മറ്റാരും ഒഴിവാക്കുന്നോ മറ്റാരും മാറ്റി നിർത്തുന്നോ ഒന്നുമില്ല. അക്ബർ തന്നെ മറ്റുള്ളവരുടെ കൂടെ കൂടാതെ അതുവരെയും അക്ബർ അവരോട് പറഞ്ഞതിന്റെയും അതുപോലെ തന്നെ അക്ബറിനെതിരെ അവരൊക്കെ തിരിച്ചടിച്ചത് കൊണ്ടും ഒരു ഒരു നാണക്കേടൊക്കെ ഉണ്ടാകും. അവരുടെ കൂടെ പോയിരുന്ന് മിണ്ടാനും സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ. എന്താണെങ്കിലും പുറത്താണ് ഫുൾ ടൈം നിവിന്റെ കൂടെ ആ ഒരു മൈജി കോർണറിൽ പോയിരിക്കും, അല്ലെങ്കിൽ പുറത്തെ ആ ഒരു തൊട്ടിലിൽ വന്നിരുന്ന് ആടിക്കൊണ്ടിരിക്കും, സ്വന്തമായിട്ട് എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, സ്വന്തമായിട്ട് എന്തെങ്കിലും പെറുപെറുത്തുകൊണ്ടിരിക്കും. ഇത് മാത്രമാണ് നടക്കുന്നത്. വളരെ ദയനീയം തന്നെയാണ് അവസ്ഥ. കാരണം ഇത്രയും ദിവസം ഇത്രയും ആഴ്ചകളോളം മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ നേരെ കുതിര കയറി അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി വളച്ചു കെട്ടി മറ്റുള്ള 2 കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അക്ബറിന് ഇപ്പോൾ അതിനൊരു അവസരമില്ല. സ്വയം ഒതുങ്ങിക്കൂടി ചുരുണ്ടുകൂടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന അക്ബറിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേസ്, നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അക്ബറിന്റെ നിലവിലെ അവസ്ഥയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മുന്നോട്ടുള്ള ദിവസങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരാഴ്ച കൂടി മാത്രമേ ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് അവശേഷിക്കുന്നുള്ളൂ. സോ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായി മുന്നോട്ട് വരാൻ സാധിക്കുമോ? എന്തായാലും ബിഗ് ബോസിന്റെ ഒരു ഫേവറിസത്തിൽ ടോപ്പ് 5 കയറി പറ്റാനുള്ള സകല സാധ്യതകളുമുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.